ഞങ്ങളെ ഇഷ്മോളെ വിളിക്കാൻ പോവാണ്. ഞാനും ഉമ്മച്ചിയാണ് പോണത്. അതെ, ഉമ്മച്ചി എൻ്റെ ബാക്കിലിരിക്കുന്നത്, ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ ഇഷ്മോളെ വിളിക്കാൻ പോവാട്ടാ. ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ, ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാവിലെ തന്നെ നമുക്ക് നല്ലൊരു പണി കിട്ടി. ചായ തിളച്ചത് നമ്മുടെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ പെട്ടു കേട്ടോ. രാവിലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, ചോറ് ചായ ഒക്കെ ആവണ്ടേ. അപ്പോൾ ആകെ പേടിച്ച് പോയിട്ടാണ് ഞാൻ. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പുട്ടൊക്കെ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വാരിയിട്ട് ഒറ്റ ട്രിപ്പിന് അങ്ങോട്ട് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുറ്റി പുട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്യാസിൻ്റെ മുകളിൽ ചായയും തിളച്ചിട്ടുണ്ടായിരുന്നു, ഒരു കുറ്റി പുട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞു കേട്ടോ. അടുപ്പിലായ കാരണം അടുപ്പിലത്തെ തീ കിടന്നേക്കാളും മുന്നേ തന്നെ നമ്മൾ അടുത്ത സാധനങ്ങൾ റെഡിയാക്കി വെക്കും. പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് എന്താ അടുപ്പത്ത് വെക്കേണ്ടത് വെച്ചെങ്കിൽ അത് റെഡിയാക്കി വെക്കും. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെയാണ് മിറ്റടിക്കുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം തെളിച്ച് കൊടുക്കണ 2 സപ്ലയേഴ്സാണ് ഇവർ. പിന്നെ ഇതാ ഉമ്മച്ചി ഇതാ മിറ്റടിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ ഈ വെള്ളം നനച്ചതിനെ പറ്റി പറയാനുള്ളത്? ആ ഷാളൊന്ന് ശരിക്കിടാമോ? എന്താണ് പറയാനുള്ളത്? ശരിക്ക് തെളിക്കുന്നില്ല. അപ്പൊ ഇവരെ പറ്റിയിട്ട് നമുക്കൊരു കുറ്റം അറിഞ്ഞു കിട്ടിയിട്ടുണ്ട്. വെള്ളം തെളിക്കാൻ വേണ്ടിട്ട് ഞാൻ പാത്രം ചെയ്യാത്തൊരു ടീമാണ് ഇവര്. ഇവിടൊക്കെ വെള്ളം കൂടി, അവിടെ ഒന്നും വെള്ളം തെളിക്കാതെ കണ്ടില്ല. പൊടി നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ കാണാൻ. പൊടി ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെയാണ്. ഇവര് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ. നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? തെളിച്ചിട്ട് തന്നെ നല്ല പൊടി പാറുണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകരുത്. നിങ്ങളെ വിശ്വസിച്ചിട്ട് ചെയ്ത ഒരു പ്രവൃത്തി. കുറച്ച് വഴുതനങ്ങ തന്നു അപ്പുറത്തെ വീട്ടിലത്തെ താത്ത. അപ്പോൾ അതോ ഒന്ന് പൊരിച്ച് തരുമോ ചോദിച്ചു. കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ വഴുതനങ്ങ പൊരിച്ചത്. അപ്പോൾ ഞാൻ വഴുതനങ്ങ പൊരിക്കാൻ വേണ്ടിയിട്ട് വട്ടത്തിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. വയലറ്റ് വഴുതനങ്ങ ആയിരുന്നു കേട്ടോ, പച്ച ഒന്നല്ലായിരുന്നു. അപ്പോൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് മസാല പുരട്ടും. നല്ല രസമാട്ടോ സംഭവം. ചെറിയ തീയിലിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്കൊരു പരിപ്പ് കറിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു മീൻ വറുത്തതിൻ്റെ ഒക്കെ ഒരു ഫീലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. അങ്ങനെ പാത്രത്തിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങ നീരൊക്കെ ഇതിലേക്ക് മസ്റ്റ് ആട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ നീരൊക്കെ ഉണ്ടെങ്കിലാണ് അതിലേക്ക് ആ ഉപ്പും പുളിയും അതിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ വഴുതനങ്ങയിലൊക്കെ നന്നായിട്ട് ഉപ്പുമുളകും പിടിക്കും കേട്ടോ. ശരിക്കും പറയുക എല്ലാവരും ലാസ്റ്റ് പിഴിയുക. നിങ്ങളത് ഫസ്റ്റ് പിഴിഞ്ഞ് നോക്കുക, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റണത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് മസാല ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് നല്ലത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഏത് പൊടിയാണോ ഫസ്റ്റ് കിട്ടിയെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. മീനൊക്കെ വറുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അങ്ങനെയൊക്കെ ഇടുക. പക്ഷെ ഇങ്ങനെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് നാരങ്ങ പിഴിഞ്ഞിട്ട് ഉപ്പ് ഇടുകയാണെങ്കിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കൂട്ടെ. ഇങ്ങനെയുള്ള സാധനങ്ങളിൽ മീനിലത്തെ കാര്യമില്ല ഞാൻ പറയണത്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൊരിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തിരുമ്മി കൂട്ടി കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ സെറ്റായിട്ട് കിട്ടും. ഉപ്പുമുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ കുറഞ്ഞ എണ്ണയിൽ കുറഞ്ഞ തീയിലിട്ടിട്ട് നമ്മളിത് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിക്കണം. അപ്പോൾ തോനെ എണ്ണയിലിടുമ്പോൾ അതിൻ്റെ ആ മസാലയൊക്കെ പോയി കരിഞ്ഞ് ഒരു ഇതാവും. പക്ഷേ നമ്മൾ കുറഞ്ഞ എണ്ണയിൽ ദോശക്കല്ലിൽ ഇങ്ങനെ പരത്തിയിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു സംഭവമാണ്. ചോറിലേക്ക് ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചാറുകറിയോ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ പറ്റൂട്ടോ. ഒരു മുട്ട വറുത്തും കൂടി ഉണ്ടെങ്കിൽ കുശാലായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് അതുപോലെ നന്നായിട്ട് ഉപ്പുമുളകൊക്കെ പിടിച്ച് തിരുമ്പി കഴിഞ്ഞ് നന്നായി തിരുമ്പി നമുക്ക് പിടിപ്പിക്കണം കേട്ടോ. എല്ലാ വഴുതനങ്ങയുടെ മുകളിലും പിടിപ്പിക്കണം. പിന്നെ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി തെളിച്ച് കൊടുത്തിട്ട് നന്നായി കുഴച്ച് മറിച്ച് അവിടെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഇവർക്ക് പഠിക്കാനൊക്കെ ഫോൺ വേണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അവരുടെ കയ്യിൽ ഫോണൊക്കെ കൊടുത്തു. നമുക്ക് ഫോണ് പഠിക്കണമെങ്കിലും ഫോൺ കൊടുക്കണം. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഫോണ് കുറച്ച് നേരമൊക്കെ സംസാരിക്കും. വീഡിയോ പിടിക്കണമെങ്കിലും ഫോൺ, എല്ലാത്തിനും ഈ ഒരു ഫോൺ തന്നെയല്ലേ ഉള്ളൂ. അത് കാരണം ചില സമയത്തൊന്നും വീഡിയോ പിടിക്കാനൊക്കെ ഞാൻ ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ, താത്താരൊക്കെ ആരെങ്കിലും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ വർത്താനം പറഞ്ഞിട്ട് തന്നെ എൻ്റെ പണികളും കഴിയും. ലാസ്റ്റ് എനിക്ക് തോന്നും അയ്യോ ഞാൻ വീഡിയോ ഒന്നും പിടിച്ചില്ലല്ലോ എന്ന്.
അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈഫൈ കട്ടായിരുന്നു കേട്ടോ. പൈസ അടയ്ക്കാണ്ടൊന്നുമല്ല. ഇവിടെ കാറ്റല്ലേ, നല്ല കാറ്റാണ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അതിൻ്റെ റെഡ് ലൈറ്റ് മാത്രമേ കത്തുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഇട്ടിട്ട് ശരിയായത്. അപ്പോൾ ഇതാ വഴുതനങ്ങ ഇതാ ഒരു ഭാഗമൊക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാട്ടോ. അന്ന് രാവിലെ നമുക്ക് ദോശയായിരുന്നു ചായക്ക് കടി ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ എണീച്ച ശേഷം കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ എണീറ്റ് വെച്ചിട്ടുള്ള വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവരൊക്കെ സ്കൂളിലേക്ക് പോയി. കുഞ്ഞു സ്കൂളിൽ പോയി. സ്കൂളിലേക്കല്ല, ട്യൂഷന് പോയി. ആച്ചൂട്ടനും വിഷമോളും മദ്രസ വിട്ടിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ദോശ ഇവരൊക്കെ അപ്പം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇഷ്ടം. ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ആച്ചൂട്ടൻ ഇത് അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം കഴിച്ചപ്പോൾ അവന് മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഞാനങ്ങനെ ചീത്ത പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുത്തിയിട്ട് ഒരെണ്ണം കൂടി കഴിച്ചിട്ട് പോയാൽ മതി. എന്താ വെച്ചാൽ പിന്നെ വണ്ടി വേഗം വരും. അത് കാരണമാണ് അവന് മതി എന്ന് പറയുന്നത്. അല്ലാണ്ട് കഴിക്കാൻ ഇഷ്ടമില്ലാണ്ടല്ല കേട്ടോ. എന്നാൽ രാവിലെ കഴിച്ചിട്ട് പോവില്ല. മദ്രസയിലേക്ക് പോകുമ്പോൾ കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇതാ അവന് ഒരു ദോശയും കൂടിയും കൊടുത്തിട്ടുണ്ട്. ചട്നി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ചട്നി കേട്ടോ, സാമ്പാറൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ആ കുഞ്ഞ് പോയതിൻ്റെ ഇതാണ് അടുക്കളയിൽ ഇങ്ങനെ കാണുന്നത്. നമ്മൾ അടുക്കളയിലത്തെ പണി ഇവരെ കൊണ്ടാക്കൽ, രാവിലെ എണീക്കും, പണികളൊക്കെ ചെയ്യും, വെള്ളം ചൂടാക്കും. കുളിക്കാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പല്ലേ ഇപ്പോൾ, കാറ്റ് കാരണം. അപ്പോൾ ഓരോരുത്തർക്ക് വെള്ളം ചൂടാക്കും. പിന്നെ നമ്മൾ ചായയുടെ കടി ഉണ്ടാക്കും, ചോറ് തിളപ്പിച്ച് ഊറ്റും, കുഞ്ഞുവിന് എന്തെങ്കിലും ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, മുട്ട വറുത്തമൊക്കെ ഉണ്ടാക്കും. അപ്പോഴത്തേനും 6:15 ആവും കേട്ടോ. അപ്പോഴത്തേനും ഇവരെ മദ്രസയിൽ കൊണ്ടാക്കാൻ പോകണം. എന്നിട്ട് ഞാൻ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് കുഞ്ഞുവിന് ചായയൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവൻ്റെ ചായ കൂടി കഴിയുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ പാത്രങ്ങളൊക്കെ സിങ്കിൽ കൊണ്ടുപോയിടും. ചിലപ്പോൾ ദിവസം കൊണ്ടുപോയിടാൻ പറ്റില്ല കേട്ടോ. പിന്നെ കിടന്ന പുതപ്പും വിരിയൊക്കെ മടക്കി വയ്ക്കുമ്പോഴേക്കും കുഞ്ഞുവിന് പോകേണ്ട സമയമാകും. കുഞ്ഞുവിന് ചായ കൂടി കഴിയും. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ അവനെ കൊണ്ടാക്കാൻ പോകും. അവനെ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ ഒരു 7:15 ആവും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ മിറ്റടിക്കാൻ ഇറങ്ങും. മിറ്റടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ മിറ്റടി കഴിയുമ്പോഴേക്കും 7:45 ആവും. 7:45 മിറ്റടിക്കലൊക്കെ കഴിയുമ്പോഴേക്കും ഇവരെ വിളിക്കാൻ പോകേണ്ട സമയമാവും. 7:50 7:55 ആകുമ്പോഴേക്കും മദ്രസ വിടും. അപ്പോൾ ഇവരെ വിളിക്കാൻ പോകണം. അപ്പോൾ ആച്ചൂട്ടനാണെങ്കിൽ വന്ന വശം മദ്രസയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാനാ പാട്. മദ്രസ വിട്ട് കഴിഞ്ഞാൽ ഓടി ഇങ്ങോട്ട് വരില്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് വേഗം ചായ കൊടുത്ത് വരുമ്പോൾ 8:10 8:15 ആകുമ്പോഴേക്കും പിന്നെ വണ്ടിയും വരും. അപ്പോൾ പിന്നെ ഇപ്പം പോയി കഴിഞ്ഞാലാണ് പിന്നെ ബാക്കിയുള്ള ഞാനും വിഷമോളായിട്ടുള്ള യുദ്ധങ്ങൾ. പിന്നെ അവളെ കൊണ്ടാക്കാൻ പോകണം. ഇപ്പോൾ ടീച്ചർ ലീവായ കാരണം മറ്റേ ടീച്ചറെ കാറ് വേറെ അവിടെ ഇരിക്കണം കേട്ടോ. അപ്പോൾ കുറേ സമയം നമുക്ക് അങ്ങനെ പോകും. ഇപ്പം എൻ്റെ പണികൾ കഴിയണേ ഇല്ല, എന്താണെന്നറിയില്ല. ഇപ്പോൾ വൈകുന്നേരം വരെ പണി എന്ന് പറഞ്ഞ പോലെ ഉച്ചയ്ക്കൊക്കെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കുളിക്കണത്. പണികൾ കഴിയുമ്പോഴൊന്നും കാലുമൊന്നും പോകണേ ഇല്ല. അതെന്താണെന്ന് അറിയണില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ്. അപ്പോൾ അത് ആച്ചൂട്ടൻ്റെ വണ്ടി വന്നു. ആച്ചൂട്ടൻ്റെ മുടിയൊക്കെ ഒന്ന് ഈരി കൊടുത്തു. അവനങ്ങനെ പോയിട്ടാണ്. ഇനി തുടക്കലാണ്. ഇഷമോള് കുളിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു അവിടെ. എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഒന്നരാടം പടി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ കുളിപ്പിച്ച് കൊടുക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ അവൾ തന്നെ കുളിക്കും. തലയിൽ സോപ്പിട്ട് ഡെയിലി സോപ്പൊന്നും ഇടില്ല. നമ്മൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ സോപ്പിട്ട് കഴുകുക, ഷാമ്പു ഇട്ടിട്ട് കഴുകുക. അപ്പോൾ ഞാൻ കുളിപ്പിച്ച് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അവൾ തന്നെ കുളിക്കും. അപ്പോൾ അവളവിടെ കുളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം വിചാരിച്ചു ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ 2-3 വട്ടമൊക്കെ ഞാൻ ഒരു ദിവസത്തിൽ തുടയ്ക്കും കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ പൊടി ഒന്നിച്ച് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല നടക്കാൻ. അപ്പോൾ ഞാൻ 2-3 വട്ടമൊക്കെ തുടയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വലിയ ചെളിയൊന്നുമില്ല. എന്നാലും പൊടി ഇങ്ങനെ തുടച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. കാരണം ഞാൻ തുടച്ച് സെറ്റാക്കി വയ്ക്കും കേട്ടോ. പിന്നെ ആ തുണികളൊക്കെ സോപ്പും വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് കല്ലിൽ അലക്കണം. വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. കുഴൽക്കിണറടിച്ച് വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആത്തച്ചക്ക ഇങ്ങനെ ഒരു ചുമന്ന കളറായിട്ട് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ചെന്ന് നോക്കിയതാണ് പഴുത്തോന്ന്. പക്ഷെ ഞെക്കി വയ്ക്കുമ്പോൾ പഴുത്തിട്ടില്ല കേട്ടോ. മുകളിലത്തൊക്കെ കഴിഞ്ഞു. മുകളിലത്തൊക്കെ ഞങ്ങൾ ഏണി വെച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പൊട്ടിച്ചു കേട്ടോ. പിന്നെ കുറേയൊക്കെ കാക്കയും കിളിയൊക്കെ കൊത്തി തിന്നു. അവർക്കും തിന്നണ്ടേ, നമ്മൾ മാത്രം തിന്നാൽ ശരിയാവില്ലല്ലോ. അവർ കഴിച്ചു. പിന്നെ ബാക്കി ഇതാ താഴത്ത് നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാനുള്ളതൊക്കെ താഴത്തുണ്ട്. പക്ഷെ ഇത് മതിയായി കേട്ടോ, തിന്ന് മടുത്തിക്കണു. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇതൊക്കെയാണ്. നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.